നമസ്കാരം. നിരാഹാരം അവസാനിപ്പിച്ച് പ്രതിഷേധക്കാർക്കൊപ്പം ചേരാനിരുന്ന അഭിജിത്ത് ദീപ്കയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി വിവരം. ഡൽഹിയിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. CJP വക്താവ് സൗരവ് ദാസാണ് അഭിജിത്ത് ദീപ്കെ അറസ്റ്റിലായ വിവരം എക്സിൽ കൂടി അറിയിക്കുന്നത്. ദീപ്കയെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയതായും കോക്രോച്ച് ജനതാ പാർട്ടി ആരോപിക്കുന്നു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം പാർലമെന്റിന് തൊട്ട് അടുത്തെത്തിയിരുന്നു. ഇതോടെ പാർലമെന്റിന്റെ മുഴുവൻ ഗേറ്റുകളും അടച്ചകത്തേക്കുള്ള പുറത്തേക്കുമുള്ള പ്രവേശനം തടഞ്ഞു. സമീപകാലത്ത് ഇതാദ്യമായാണ് സമരം പാർലമെന്റിന് ഇത്രയും സമീപം എത്തുന്നത്. പാർലമെന്റ് വർഷക്കാല സമ്മേളനം തുടങ്ങിയ തിങ്കളാഴ്ച രാവിലെ ജന്തർ മന്ദറിൽ നിന്നും പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ CJP ആഹ്വാനം ചെയ്തിരുന്നു. ഈ മാർച്ച് ജന്തർ മന്ദറിൽ വെച്ച് തന്നെ പോലീസ് തടഞ്ഞു. പ്രതിഷേധക്കാർ ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമിച്ചതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയായി. തുടർന്ന് പോലീസ് ലാത്തി വീശി. അതിനുശേഷം ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് CJP ആഹ്വാനത്തെ തുടർന്ന് യുവാക്കൾ പാർലമെന്റിന് സമീപം തടിച്ചുകൂടിയത്. മുദ്രാവാക്യം വിളികളുമായി റെയിൽ ഭവന്റെ സമീപത്തു നിന്നെത്തിയ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. സംഭവത്തെ തുടർന്ന് പാർലമെന്റിലെ മുഴുവൻ കവാടങ്ങളും അടച്ചു. അകത്തുള്ളവരെ പുറത്തേക്ക് പോകാൻ അനുവദിച്ചില്ല. ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി തുടങ്ങിയവരെല്ലാം പാർലമെന്റിലുണ്ട് എന്നതാൽ സംഭവത്തിന്റെ സുരക്ഷാ പ്രാധാന്യവും വർദ്ധിപ്പിക്കുന്നുണ്ട്. സമരം കടുത്തതോടെ ദില്ലിയിൽ കടുത്ത ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മെട്രോ സ്റ്റേഷനുകളിലും പ്രതിഷേധവുമായി CJP പ്രവർത്തകർ എത്തിയതോടെ മെട്രോ സ്റ്റേഷനുകളും അടച്ചു. സമരം കടുത്തതോടെ പാർലമെന്റിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അമിത്ഷായെ കാണുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നതാണ് സമരക്കാരുടെ ആവശ്യം. പാർലമെന്റിലും വിഷയത്തിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെയും ആവശ്യം. പ്രതിപക്ഷ ബഹളം കൂടുതൽ ശക്തമായതോടെ ലോക്സഭ 2:30 വരെ നിർത്തിവെച്ചു. ഇരുസഭകളും ഇന്ന് 4 തവണ നിർത്തിവെച്ചു. JP നദ്ദയുമായുള്ള ചർച്ചയിൽ ആവശ്യങ്ങൾ അടങ്ങിയ കത്ത് നൽകിയെന്ന് CJP അറിയിച്ചിട്ടുണ്ട്. സർക്കാരിനുള്ളിൽ വിഷയം ചർച്ച ചെയ്യണമെന്ന് നദ്ദ അറിയിച്ചതായും വക്താവ് സൗരവ് ദാസ് അറിയിച്ചു. ദീപ്കയെ പോലീസ് കസ്റ്റഡിയിലെടുത്തെന്നും അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് മാർച്ചിനോടനുബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഡൽഹിയിലെത്തിയത്. പോലീസ് നടപടിക്കിടയിലും പിന്തിരിയാതെ ജന്തർ മന്ദറിൽ തുടരുകയാണ് വിദ്യാർത്ഥികൾ. രാജ്യത്തിന്റെ പല ഭാഗത്തുനിന്നും വിദ്യാർത്ഥികളും യുവാക്കളും ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. പോലീസ് ബാരിക്കേഡ് മറികടന്ന് പല വഴികളിലൂടെയാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ജന്തർ മന്ദറിലേക്ക് എത്തുന്നത്. മാർച്ചിന് പോലീസ് അനുമതി നൽകിയിരുന്നില്ല. പാർലമെന്റ് മാർച്ചിനോടനുബന്ധിച്ച് ഡൽഹിയിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾ ഉൾപ്പെടെ ആരോപിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ജന്തർ മന്ദറിൽ പ്രതിഷേധം തുടരുന്നത്. പാർലമെന്റിൽ വർഷകാല സമ്മേളനം ആരംഭിക്കുന്ന ദിവസമാണ് CJP പാർലമെന്റ് മാർച്ച് നടത്തുന്നത്. CJPയുടെ സമരത്തിൽ പങ്കാളിയായി നിരാഹാര സമരം തുടരുന്ന സോനം വാങ്ചുകിനെ കഴിഞ്ഞ ദിവസം പോലീസ് ബലം പ്രയോഗിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ആശുപത്രിയിലും സോനം വാങ്ചുക്ക് സമരം തുടരുകയാണെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഡൽഹി അശാന്തമായിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളായി, അതായത് BJP ഭരണകൂടം അധികാരത്തിലെത്തിയതിനു ശേഷം ഡൽഹി കാണുന്ന ഏറ്റവും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.